ഓക്കെ, സെക്കൻഡ് സെമിസ്റ്റർ OT&AT ജനറൽ ബയോകെമിസ്ട്രി യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ബിറ്റ് ലിപിഡ് ദ മെയിൻ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി ഇൻ ദ ബോഡിയിൽ. നമ്മുടെ ബോഡിയുടെ മെയിൻ എനർജി ഫോം ഗ്ലൂക്കോസ് തന്നെയാണ്. പക്ഷേ ഗ്ലൂക്കോസ് കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി എന്ന് പറയുന്നത് ബോഡിക്കകത്തുള്ള ഫാറ്റാണ് അല്ലെങ്കിൽ കൊഴുപ്പാണ്. അപ്പോൾ അതിനകത്ത് പല ടൈപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ഇപ്പോൾ ഫാറ്റിൽ തന്നെ കൊളസ്ട്രോൾ ഉണ്ട്, ട്രൈഗ്ലിസറൈഡ് ഉണ്ട്, HDL ഉണ്ട്, LDL ഉണ്ട്, VLDL, ഇങ്ങനെ പല ടൈപ്പ് ഫാറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എനർജിക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ഇറ്റ്സ് കമ്പോണന്റ് ഫോംസ് ദി ബാക്ക് ബോൺ ഓഫ് ട്രൈഗ്ലിസറൈഡ്. ട്രൈഗ്ലിസറൈഡിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സ്ട്രക്ചർ, അതിൻ്റെ ബാക്ക് ബോൺ എന്താണെന്ന് ചോദിക്കുന്നത്. ആൻസർ ഗ്ലിസറോൾ. ഗ്ലിസറോളിൽ നിന്നാണ് ട്രൈഗ്ലിസറൈഡ് മോളിക്യൂൾ ജനറേറ്റ് ആവുന്നത്. ആൻസർ എ ആണ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആർ യൂഷ്വലി നമ്മൾ ലിപ്പിഡ് അല്ലെങ്കിൽ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയുന്നത് ചിലത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടിരിക്കും, ചിലത് റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ടിരിക്കുന്ന സാധാരണ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അത് റൂം ടെമ്പറേച്ചറിൽ അത് കട്ടിയായിട്ടിരിക്കും. നമ്മുടെ ഡാൽഡ പോലത്തെ ഒരു എണ്ണയൊക്കെയാണ് റൂം ടെമ്പറേച്ചറിൽ കട്ടിയായിട്ടിരിക്കും. ആൻസർ ബി ആണ്, സോളിഡ് റൂം ടെമ്പറേച്ചർ. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നല്ലതാണ്. അത് പ്രത്യേകിച്ച് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ പുഫ എന്ന് പറയും. അത് അതിനകത്ത് HDL കൊളസ്ട്രോൾ അളവ് കൂടുതലായിരിക്കും. അപ്പം ആൻസർ ബി ആണ്. HDL ആണ് നമുക്ക് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്, LDL ചീത്ത കൊളസ്ട്രോൾ ആണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ടെങ്കിൽ HDL ലെവൽ കൂടുതലായിരിക്കും. ആൻസർ ബി ആണ്, ഹാർട്ടിന് നല്ലതാണ്. വിച്ച് ഫാറ്റി ആസിഡ് ഹാസ് മോർ ദാൻ വൺ ഡബിൾ ബോണ്ട്. ചില ഫാറ്റി ആസിഡിനകത്ത് ഒരു ഡബിൾ ബോണ്ട് കാണും, ചിലതിൽ ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട് കാണും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് പറയുന്നത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പറയും. ഒരു ഡബിൾ ബോണ്ട് പോലും ഇല്ലെങ്കിൽ അതിന് സാച്ചുറേറ്റഡ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. omega-3 ഫാറ്റി ആസിഡ്സ് ആർ ഫൗണ്ട്. omega-3 എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഫാറ്റി ആസിഡാണ്. അത് നമ്മൾ ഫിഷിൻ്റെ ഓയിലിനകത്താണ് കാണുന്നത്. അപ്പോൾ അത് ഹാർട്ടിന് വളരെ നല്ലതാണ്. ആൻസർ ബി ആണ്. വിച്ച് ലിപ്പിഡ് ഈസ് എ മേജർ കോമ്പണന്റ് മൈലിൻ ഷീറ്റ്. നമ്മൾ നെർവിൻ്റെ കവറിങ് എന്ന് പറയുന്നതാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെർവ്സിൻ്റെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന കവറിങ് ഉണ്ടാവും. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫാറ്റ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നെർവ്സിന് ഒരു ഇൻസുലേഷൻ കിട്ടുള്ളൂ. ആൻസർ എ ആണ്, കൊളസ്ട്രോൾ. വിച്ച് എൻസൈം ഡൈസ് ഫാറ്റ്. നമുക്കത് എൻസൈമിൻ്റെ ലാസ്റ്റ് വരുന്നത് ASE വെച്ച് അവസാനിക്കുന്നതാണ്. അപ്പം ഇതിനകത്തെല്ലാം ASE അവസാനിച്ച് ചെയ്യുന്നു. പക്ഷേ ഫാറ്റ് എന്ന് പറയുന്നത് ലിക്വിഡും കൂടെയാണ്. അപ്പം ആൻസർ ബി ആണ്, ലൈപ്പേസ്. ബൈൽ സോൾട്ട് ഹെൽപ്പിൻ. ബൈൽ സോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ പിത്തസഞ്ചിക്കകത്ത് ഉണ്ടാകുന്ന ഒരു കെമിക്കലാണ് ബൈൽ സോൾട്ട്. പിത്തത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന സോൾട്ടാണ് ബൈൽ സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തുള്ള കൊഴുപ്പിനെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കും. അപ്പം ബ്രേക്ക് ചെയ്ത് ചെറിയ കൊഴുപ്പിനെ ചെറിയ ഇതായിട്ട് മാറ്റുന്നതിനാണ് എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, എമൾസിഫിക്കേഷൻ. വിച്ച് വൈറ്റമിൻ റിക്വയർസ് ബൈൽ ഫോർ അബ്സോർപ്ഷൻ. നമ്മൾ വൈറ്റമിൻ രണ്ട് ടൈപ്പ് ഉണ്ട്. വാട്ടർ സൊല്യൂബിളും ഫാറ്റ് സൊല്യൂബിളും വൈറ്റമിൻ ഉണ്ട്. അപ്പോൾ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ അബ്സോർബ് ചെയ്യണമെങ്കിൽ ബൈലിൻ്റെ സഹായം വേണം. അപ്പോൾ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിനിൽ ഉള്ളത് ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ. അപ്പോൾ ADEK ആണ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ. അപ്പോൾ എ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഫാറ്റ് അബ്സോർബ് ആവണം. ഫാറ്റ് അബ്സോർബ് ആവണമെങ്കിൽ ബൈലിൻ്റെ ആവശ്യമുണ്ട്. ആൻസർ സി ആണ്, എ, വൈറ്റമിൻ എ. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി ലീഡ്സ് ടു. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ബോൺസ് വീക്ക് ആവും. അതിന് പറയുന്ന റിക്കറ്റ്സ് എന്ന് പറയും. ആൻസർ ബി ആണ്. വൈറ്റമിൻ ഇ പ്രൊട്ടക്ട് സെൽഫ്. വൈറ്റമിൻ ഇ ബേസിക്കലി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഓക്സിഡേഷൻ കൊണ്ട് സെൽസ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ചാർജുള്ള ഓക്സിജൻ മോളിക്യൂൾസിനെ ബ്ലോക്ക് ചെയ്യുന്ന ആക്ഷനാണ് വൈറ്റമിൻ ഇ. ബേസിക്കലി ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റിയാണ്. വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ എവിടെ ഉണ്ടാകുന്നത്? വൈറ്റമിൻ കെ നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്ത് പ്രത്യേകിച്ച് വൻകുടലിനകത്ത് ഒരു തരം ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. അപ്പം അതിന് പറയുന്നത് ഗട്ട് ഫ്ലോറ എന്ന് പറയുന്നതാണ്. ഇൻറ്റസ്റ്റൈനകത്തുള്ള ബാക്ടീരിയയാണ്
അപ്പോൾ ആൻസർ സി ആണ്. വൈറ്റമിൻ ഇസ് കോൾഡ് ascorbic acid. ascorbic acid അതിൻ്റെ പേര് വൈറ്റമിൻ സി എന്നാണ്. വിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഫോർ ബ്ലീഡിങ് ഗം, നമ്മളെ ചുണ്ടൊക്കെ പൊട്ടുന്നു, ഗംസ് എല്ലാം പൊട്ടുന്നതിൻ്റെ മെയിൻ വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. അതിന് സ്കർവി എന്നാണ് പറയുന്നത്. ആൻസർ ബി ആണ്. വിച്ച് വൈറ്റമിൻ ഹെൽപ്സ് ഇൻ എപ്പിത്തീലിയൽ ഇന്റഗ്രിറ്റി, നമ്മൾ അകത്തുള്ള ലൈനിങ് എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സെൽസിനകത്തും ഗ്ലാൻഡിനകത്തും ലൈനിങ് ഉണ്ട്. ആ എപ്പിത്തീലിയൽ ലൈനിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട വൈറ്റമിൻ എ ആണ്. വിച്ച് മിനറൽ ഇസ് റിക്വയർഡ് ഇൻ തൈറോയ്ഡ്, തൈറോയ്ഡ് ഗ്ലാൻഡിൽ വേണ്ടുന്ന വൈറ്റമിൻ മിനറൽ എന്ന് പറയുന്നത് അയഡിൻ ആണ്. അയഡിൻ കുറയാൻ ഉണ്ടാകുന്ന അസുഖമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. കാൽഷ്യം അബ്സോർബ് ആവാൻ സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി കാൽഷ്യം ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ പറ്റൂ. വിച്ച് മിനറൽ ഹെൽപ്സ് എൻസൈം ആക്ടിവിറ്റി വൈഡ്ലി, എൻസൈമിനെ സഹായിക്കുന്ന മിനറൽ ഏതാണ്? ഇതിന്റെ ആൻസർ മാഗ്നീഷ്യം ആണ്. മാഗ്നീഷ്യം കോ ഫാക്ടറായിട്ട് എൻസൈമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ആൻസർ ബി ആണ്. വിച്ച് ലിപ്പിഡ് ഈസ് ദി പ്രിക്കഴ്സർ ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺ, സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഏത് ലിപ്പിഡ് വഴിയാണ് ഉണ്ടാക്കുന്നത്, ഏത് ലിപ്പിഡ് യൂസ് ചെയ്താണ് ഉണ്ടാക്കുന്നത് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്. കൊളസ്ട്രോളിൽ നിന്നാണ് പല ഹോർമോൺസും നമ്മൾ ഉണ്ടാക്കുന്നത്. ആൻസർ ബി ആണ്. വിച്ച് വൈറ്റമിൻ സ്റ്റോർഡ് ഇൻ ലിവർ, ലിവറിൽ സ്റ്റോർ ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? ആൻസർ എ ആണ്, വൈറ്റമിൻ എ. ആൻസർ സി ആണ്, വൈറ്റമിൻ എ. വിച്ച് ഫാറ്റി ആസിഡ് ഇസ് മോണോ അൺസാച്ചുറേറ്റഡ്, മോണോ അൺസാച്ചുറേറ്റഡ് ഒരു ഡബിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ആൻസർ എ ആണ്, ഓലിക് ആസിഡ്. വിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, വെളിച്ചം കുറയുമ്പോൾ കാഴ്ച നന്നായിട്ട് കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ വൈറ്റമിൻ എ ആണ്. വിച്ച് മിനറൽ റെഗുലേറ്റ്സ് ഫ്ലൂയിഡ് ബാലൻസ്, നമ്മൾ ബോഡിക്കകത്തുള്ള ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ കറക്റ്റായിട്ട് ഫ്ലൂയിഡിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ആയിരിക്കണം. അതിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട മോളിക്യൂൾ സോഡിയമാണ്. ആൻസർ ബി ആണ്. വിച്ച് ലൈപ്പോപ്രോട്ടീൻസ് ബാഡ് കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ ഏതാണ്? എൽ ഡി എൽ ആണ്. ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയും. അപ്പോൾ നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ. അപ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്. വിച്ച് ലൈപ്പോപ്രോട്ടീൻസ് ഗുഡ് കൊളസ്ട്രോൾ, ഗുഡ് കൊളസ്ട്രോൾ കൊണ്ട് എന്താ പറയുന്നത്? എച്ച് ഡി എൽ ആണ്. ബ്ലഡിനകത്തുള്ള കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുന്ന എച്ച് ഡി എൽ. വിച്ച് വൈറ്റമിൻ ഹെൽപ്സ് കൊളാജൻ ഫോർമേഷൻ, കൊളാജൻ മീൻസ് നമ്മൾ സ്കിന്നിൻ്റെ കട്ടി കൂട്ടുന്നു, സ്കിന്നിൻ്റെ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ കട്ടി കൂട്ടുന്ന അകത്തുള്ള ഫൈബർ പോലത്തെ ഉള്ള അതാണ് കൊളാജൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ, അത് ഫോം ചെയ്യാൻ സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്. വിച്ച് മിനറൽ സ്ട്രെങ്തൻ, പല്ലിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പല്ലിനെ കട്ടി കൂട്ടുന്ന മിനറൽ ഏതാണ്? ആൻസർ ബി ആണ്, ഫ്ലൂറൈഡ്. അപ്പോൾ നമ്മൾ പറയുന്നത് സാച്ചുറേറ്റഡ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് സാച്ചുറേറ്റഡ് ചോദിക്കുന്നത്? ഡബിൾ ബോണ്ടൊന്നും ഇല്ലാത്ത ഫാറ്റി ആസിഡ്. ആൻസർ സി ആണ്, പാൽമിറ്റിക് ആസിഡ്. വിച്ച് ലിക്വിഡ് ഹെൽപ്സ് ഇൻസുലേഷൻ ഓഫ് ബോഡി, നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ സ്കിന്നിൻ്റെ ഇടയിൽ കൊഴുപ്പായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ പുറത്തു പോകാതെയും പുറത്തുനിന്നുള്ള തണുപ്പ് നമ്മൾ അടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഫാറ്റ് ഏതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇൻസുലേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആൻസർ എ ആണ്, ട്രൈഗ്ലിസറൈഡ്സ്. വിച്ച് വൈറ്റമിൻ ഈസ് റിക്വയർഡ് ഫോർ വിഷൻ പിഗ്മെന്റ് റോഡോപ്സിൻ, നമ്മൾ കാഴ്ചയ്ക്ക് വേണ്ടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. വിച്ച് ഫാറ്റി ആസിഡ് എസെൻഷ്യൽ, ചില ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല, നമ്മൾ പുറത്തുനിന്ന് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിനെയാണ് എസെൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ലിനോലെനിക് ആസിഡ് ആണ്. ആൻസർ ബി ആണ്. വിച്ച് മിനറൽ ഡെഫിഷ്യൻസി കോസസ് മസിൽ ക്രാംസ്, നമ്മുടെ ശരീരത്തിൻ്റെ മസിലിന് പിടുത്തം ഉണ്ടാകുന്നതിൻ്റെ മസിൽ പിടിക്കുന്നതിൻ്റെ മെയിൻ കാര്യം ഏതാണ്? അതിനകത്ത് ഏത് കുറയുമ്പോഴാണ് വരുന്നത്? സാധാരണ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് കാൽഷ്യം ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ സോഡിയം പൊട്ടാഷ്യം ഉണ്ട്. കാരണം മസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് മൂന്നും വേണം. അപ്പോൾ ആൻസർ ഡി ആണ്, ഓൾ. വിച്ച് വൈറ്റമിൻ പ്രിവെൻറ്റ്സ് ഓക്സിഡേറ്റീവ് ഡാമേജ് ഇൻ മെംബ്രെയിൻസ്, നമ്മൾ ഓക്സിഡേഷൻ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഇതിനകത്ത് വൈറ്റമിൻ
ഈ ഒരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ വൈറ്റമിൻ ഇ ആണ്. വിച്ച് ലിപ്പിഡ് ഫോംസ് ലൈപ്പോപ്രോട്ടീൻസ്? പ്രോട്ടീൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നുള്ള ലിപ്പിഡിനാണ് ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. വിച്ച് വൈറ്റമിൻ ലീഡ്സ് ടു ഡിലേഡ് ക്ലോട്ടിംഗ്? ക്ലോട്ടിങ്ങിന് വേണ്ടുന്ന വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ കുറയുമ്പോൾ ക്ലോട്ടിംഗ് ഉണ്ടാവത്തില്ല, ബ്ലഡ് ക്ലോട്ട് ആവത്തില്ല. ആൻസർ ബി ആണ്. വിച്ച് മിനറൽ ഈസ് പാർട്ട് ഓഫ് ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിനായിട്ട് ബന്ധപ്പെട്ട മിനറൽ ഏതാണ്? ആൻസർ അയൺ ആണ്, ബി ആണ്. വിച്ച് ഫാറ്റി ആസിഡ് ഇംപ്രൂവ്സ് ഹാർട്ട് ഹെൽത്ത്? ഹാർട്ടിനെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫാറ്റി ആസിഡ് ഏതാണ്? ആൻസർ omega-3 ആണ്, സി ആണ്. വിച്ച് വൈറ്റമിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്കിൻ ഇൻ സൺലൈറ്റ്? സൂര്യപ്രകാശമായിട്ട് സ്കിന്നിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന വൈറ്റമിൻ ഏതാണ്? ആൻസർ വൈറ്റമിൻ ഡി ആണ്. വിച്ച് മിനറൽ ഹെൽപ്സ് നെർവ് കണ്ടക്ഷൻ? നെർവിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ സഹായിക്കുന്ന മിനറൽ ഏതാണ്? ആൻസർ എ ആണ്, സോഡിയം. സോഡിയം പൊട്ടാഷ്യം ഉണ്ട്, ഇതിന് ആൻസർ എ ആണ്. വിച്ച് ലിപ്പിഡ് ആക്ട്സ് ആസ് എനർജി റിസർവ്? നമ്മൾ നോർമലി എനർജി ഗ്ലൂക്കോസിന് കിട്ടണം, പക്ഷേ ഗ്ലൂക്കോസ് കുറയുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വേറെ അഡീഷണൽ എനർജി ഉണ്ട്, അത് നമ്മൾ കൊഴുപ്പിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് മെയിൻ കമ്പോണൻറ്റ് ട്രൈഗ്ലിസറൈഡ് ആണ്, ആൻസർ ബി ആണ്. വിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി കോസസ് ഓസ്റ്റിയോമലേഷ്യ? നമ്മൾ ബോൺ വീക്ക് ആവുന്നത് ഏത് വൈറ്റമിൻ കൊണ്ടാണ്? അപ്പോൾ അത് ആൻസർ എ ആണ്, വൈറ്റമിൻ ഡി. വിച്ച് മിനറൽ ഡെഫിഷ്യൻസി കോസസ് അനീമിയ? രക്തക്കുറവുണ്ടാവുന്ന ഏത് മിനറൽ കൊണ്ടാണ്? ആൻസർ എ ആണ്, അയൺ. വിച്ച് ഫാറ്റി ആസിഡ് സിസ് കോമ്പൗണ്ട്? നമ്മളൊരു മോളിക്യൂളിന് തിരിച്ചും മറിച്ചും അതിൻ്റെ പൊസിഷൻ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മോളിക്യൂളിന് രണ്ട് വശമുണ്ട്, മിറർ ഇമേജ് പോലെ അടുത്ത മോളിക്യൂൾ ഉണ്ടാകും, സെയിം ആണ്, പക്ഷേ അതിൻ്റെ പൊസിഷൻ തിരിഞ്ഞു കിടക്കും. അതിനാണ് സിസും ട്രാൻസ് എന്ന് പറയുന്നത്. അപ്പം ഏതിലാണ് സിസ് കൺഫിഗറേഷൻ ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് നാച്ചുറൽ അൺസാച്ചുറേറ്റഡ് ആണ് ആൻസർ. അതിൻ്റെ സ്ട്രക്ചർ സിസ് കോൺഫിഗറേഷൻ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രക്ചർ എന്നത് ട്രാൻസ് ആണ്. ആൻസർ എ ആണ്. വിച്ച് ലിപ്പിഡ് എയ്ഡ്സ് അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻ? ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണെന്നുള്ളതാണ്. അപ്പോൾ ഫാറ്റിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ബൈലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്. ബൈൽ ലിപ്പിഡിനെ ബ്രേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫാറ്റിനെ കൊഴുപ്പിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. വിച്ച് വൈറ്റമിൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇമ്മ്യൂൺ ഫംഗ്ഷൻ? ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള നമ്മൾ ബേസിക്കലി ഇമ്മ്യൂണോഗ്ലോബിൻസ് ആണ് ഇമ്മ്യൂണിറ്റിക്ക് ചെയ്യുന്നത്. പക്ഷേ അതേ സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്, വൈറ്റമിൻ സി. വിച്ച് മിനറൽ മെയിൻറ്റെയിൻസ് ബോൺ ഡെൻസിറ്റി? ബോണിനകത്ത് ബോണിൻ്റെ കട്ടി കൂട്ടുന്ന ഏതാണ്? അപ്പോൾ ആൻസർ കാൽഷ്യം ആണ്. വിച്ച് ഫാറ്റി ആസിഡ് ഈസ് ഫൗണ്ട് ഇൻ വെജിറ്റബിൾ ഓയിൽ? വെജിറ്റബിൾസിൽ കാണുന്ന കൊഴുപ്പ് ഏതാണ്, എണ്ണ ഏതാണ്? അത് അൺസാച്ചുറേറ്റഡ് ആണ്. അനിമൽസിൽ കാണുന്ന സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ആൻസർ ബി ആണ്. വിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി കോസസ് പൂർ വൂണ്ട് ഹീലിംഗ്? മുറിവൊക്കെ ഉണങ്ങാൻ ഡിലേ വരാൻ കാര്യം ഏത് വൈറ്റമിൻ ഇല്ലാത്തതാണ്? ആൻസർ വൈറ്റമിൻ സി ആണ്. കാരണം കൊളാജൻ സിന്തസിസ് നടക്കത്തില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കുക, ഈ പ്രോസസ്സ് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ എഴുതിയിട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം കുറേ ക്വസ്റ്റ്യൻസ് എക്സാമിലുള്ളത് അത് കവർ ആവും. ഓക്കെ, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.